സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് രാവിലെ പേപ്പർ മേടിച്ചപ്പം കണ്ട ഒരു ന്യൂസ് നിങ്ങളെ കാണിക്കാം. CPM സ്ഥാനാർത്ഥിക്ക് 20 വർഷം തടവ്. ഇത് കണ്ട് നമ്മൾ വായിച്ചു. പോലീസിനെതിരെ ബോംബെറിഞ്ഞ ഒരു പാർട്ടിയാണ് ഈ ആൾ. അദ്ദേഹത്തിന് 20 വർഷത്തെ തടവ് കോടതി വിധിച്ചു. VK നിഷാദ് എന്നാണ് പുള്ളിയുടെ പേര്. അതൊക്കെ അങ്ങനെ ഞാൻ ഇന്നേരം അത് വിട്ടു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് നമ്മളെ യൂട്യൂബ് ചാനലിലൊക്കെ നോക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് വീരോചിതമായിട്ടുള്ള സ്വീകരണമല്ല, ജയിലിലോട്ട് പോകുമ്പോഴും ഇവരെയൊക്കെ വലിയ മുദ്രാവാക്യമൊക്കെ വിളിച്ച് ഭയങ്കര ആർഭാടമായിട്ടാണ് ഇവരെ ജയിലിലോട്ട് വിടുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം വീണ്ടും മത്സരിക്കുകയും ചെയ്യുന്നു. 20 വർഷം തടവിന് കോടതി വിധിച്ച ഒരു പ്രതിയെ മത്സരിപ്പിക്കാനായിട്ട് വീണ്ടും പാർട്ടി തീരുമാനിച്ചിരിക്കുക. അതുപോലെ അദ്ദേഹത്തിന് അങ്ങോട്ട് പോകുമ്പോഴത്തേന് വീരോചിതമായിട്ട് മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുക. ഇത് എന്തൊരു സന്ദേശമാണ് ഈ നാടിന് നൽകുന്നത് എന്ന് നമുക്കറിയത്തില്ല. പോലീസുകാരെ ബോംബെറിഞ്ഞ പാർട്ടിയാണ്. അപ്പം സാധാരണ പാർട്ടിക്കാർ ചെയ്യുന്ന ഒരു കാര്യം അവരൊരു കാര്യം പറയും. ഉദാഹരണത്തിന് PP ദിവ്യ നമ്മുടെ കേസിനകത്ത് അകപ്പെട്ട് ജയിലിൽ കിടന്നു. ജയിലിൽ നിന്ന് വെളിയിൽ വന്നപ്പം ഈ ഗോവിന്ദ മാസ്റ്ററുടെ ഭാര്യ പോയി തന്നെ സ്വീകരിച്ചൊരു കാര്യമൊക്കെ നമുക്കറിയാം. ഇവിടെ ഞങ്ങൾ അവരോട് പോകണ്ട എന്നും പറഞ്ഞ് ഗോവിന്ദ മാസ്റ്ററുടെ ഒരു പൊട്ടച്ചിരിയൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ്റെ ഭാര്യയാണ് അവർ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വന്ന് സ്വീകരിച്ചത്. അപ്പോൾ അതുപോലെയാണ് ഇദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായിട്ടിരിക്കാൻ യോഗ്യതയുള്ള ഒരാളാണ്. കോടതി ശിക്ഷിച്ച 20 വർഷം ജയിലിൽ കിടക്കാനായിട്ട് ശിക്ഷിച്ച ഒരു പാർട്ടിയെ സ്ഥാനാർത്ഥിയാക്കുക. അദ്ദേഹത്തിന് പോകുമ്പം അദ്ദേഹം വേറൊരാളുമുണ്ട്. ഇവർക്ക് അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിക്കുക. ഇത് എന്തോ നാടാണ് ഇങ്ങനൊരു ഭരണകൂടം കേരളത്തിന് വേണോ എങ്കിലും നിങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വിവേകപരമായിട്ട് വോട്ട് കൊടുത്ത് ഇവരെ പുറത്താക്കാനെങ്കിലും നിങ്ങൾ ധൈര്യം കാണിക്കണം എന്ന് അപേക്ഷിക്കുന്നു. നമസ്കാരം. ഗുഡ് നൈറ്റ്. ജയ് ഹിന്ദ്.